സ്നേഹമുള്ളവരെ, ഇന്നീ സുദിനത്തിൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഈശോ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ ആ നിമിഷം സംസാരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. തുടർന്ന് 2-3 വചനങ്ങൾ കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പത്രോസ്ലീഹ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അതിന് ഈശോ പത്രോസ്ലീഹയെ വിളിക്കുന്നത് പിശാചെ അങ്ങ് മാറി നിൽക്കാനാണ് പറയുന്നത്. കാരണം നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന് പറയുന്നു. അപ്പോൾ പിശാചാണ് ഈശോയുടെ കുറിച്ചുള്ള പദ്ധതിയിൽ നിന്ന് പത്രോസിലൂടെ ഈശോയെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ഈശോ തിരിച്ചറിയുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് ഒരു തിരിച്ചുവരവിലേക്ക് പത്രോസ്ലീഹ കടന്നു വരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പിശാചിൻ്റെ ആത്മാവും തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു അവബോധത്തിലേക്ക് പത്രോസ്ലീഹ തിരിച്ചു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ പച്ചയായ പത്രോസിനെ പോലെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കിലൂടെ ചില തെറ്റായിട്ടുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ കഠിനമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന നടത്താം. ഈ ശുഭാരംഭത്തിൽ എൻ്റെ ചിന്തയിലെ വാക്കിലെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും അത് പറയുവാനും അത് പ്രവർത്തിക്കുവാനും നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.